ആരോഗ്യമന്ത്രി വെന്റിലേറ്ററിലായിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലായിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഒരു തരത്തിലുള്ള ചികിത്സയും നൽകാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മന്ത്രിയെ രാജിവെക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഈ മന്ത്രിയെ പുറത്താക്കാൻ തയ്യാറാകണം. ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല. അപ്പം അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ട് കാണും ഈ മന്ത്രിയുടെ കെടുകാര്യസ്ഥത എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം. കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി പരിതാപകരമാണ്. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ CNDAGയുടെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. അതിനകത്ത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് പറഞ്ഞിട്ടുള്ളത്. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും കേരളത്തിലെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് CNDAG തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയുള്ള മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ മരിച്ചു? അതോടൊപ്പം തന്നെ ഇതിന് ആരാണ് ഉത്തരവ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ? CNDAGയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാകണം. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. കാലാവധി കഴിഞ്ഞിട്ടുള്ള ഒരു മരുന്നും ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. അപ്പോൾ ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോട്ടയത്തുണ്ടായ സംഭവം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒന്നാണ്. പഴയ കെട്ടിടം താഴെ വീണ് അവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന്, ആരും മരിച്ചിട്ടില്ല അല്ലെങ്കിൽ പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് 2 മന്ത്രിമാർ ഇന്നലെ പറഞ്ഞത്. മന്ത്രി വാസവനും ആരോഗ്യമന്ത്രി പറഞ്ഞ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ബിന്ദു എന്ന് പറയുന്നൊരു യുവതി അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിയുന്നത്. വാസ്തവത്തിൽ ഇത്ര നിരുത്തരവാദപരമായിട്ട് ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ മന്ത്രിമാർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? വീണ ജോർജും വാസവനും അവിടെ ആർക്കും കുഴപ്പമില്ല, എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തൻ്റെ അമ്മ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ സ്ഥലത്തുണ്ട്, അതിനടിയിലുണ്ടെന്നൊരു ചെറുപ്പക്കാരൻ പറയുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര ഗുരുതരമായ പ്രശ്നമാണിത്. ഇവരെന്താ അടിസ്ഥാനത്തിലാണ് ആദ്യം ഈ പ്രസ്താവന കൊടുത്തത്? ഇപ്പം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതുകൊണ്ടൊന്നും ഒരു അർത്ഥവുമില്ല. അദ്ദേഹം നല്ല ആളാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നല്ല ആൾ തന്നെയാണ്. ഞാൻ കോട്ടയം MP ആയിരിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. പക്ഷേ ഇവിടെ ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ളതാണ്.